തുമ്പശ്ശേരിയിലെ കൂട്ടുകാരുടെ വീട്ടിലാണ് ഞങ്ങളൊരു ലൊക്കേഷൻ കാണാൻ വന്നാണ്. രാവിലെ എഴുന്നേറ്റ് പുള്ളിക്കാരത്തി ഒരു പിടി ശംഖുപുഷ്പം കൊണ്ടുവന്നിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അപ്പൊ ഞാൻ ഒരു 2 മാസം മുന്നും കണ്ട ആളല്ല ഇപ്പൊ കേട്ടോ. ഇപ്പൊ നല്ല വെളുത്ത് സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് രഹസ്യം. ഇത് തന്നെ ഇതിന്റെ രഹസ്യം. ഇത് ഏറ്റവും നല്ല സാധനല്ലേ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ അതൊരു പുഷ്പം തന്നെയാണ്. അതിങ്ങനെ തിളപ്പിച്ച് രാവിലെ എണീറ്റ് വെറും വയറ്റില് 1 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മളെ ഹെൽത്തി ബോഡിനും എല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അത് മാത്രമല്ല ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ വന്ന് കണ്ടപ്പോ മുഖത്തൊക്കെ ഇവിടെ കറുപ്പ് കരിമങ്ങലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ അത് മാത്രമല്ല ഇതിന് നമുക്ക് എന്താ പറയാ സൗന്ദര്യം ഉണ്ടാകും. കരിമംഗലം, കറുത്ത പാടുകൾ, സ്കിന്നിനൊക്കെ ഒരുപാട് മാറും, ലിവർ ഫാറ്റ് ഉണ്ടെങ്കിൽ മാറും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു. ശരിക്കും പറഞ്ഞാൽ സരസു എനിക്ക് ഞാൻ ഭയങ്കര അത്ഭുതം തോന്നുക. ഞാൻ വന്ന് നേരത്തെ കണ്ടതിനെക്കാട്ടും ഒരുപാട് മാറി ഒരുപാട് മാറി. എന്നുവെച്ചാൽ ഇത് മരുന്നൊന്നും ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ നമ്മള് കെമിക്കലൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തി നമ്മള് കാലത്ത് രാവിലെ അത് കഴിക്കാം. അപ്പൊ എന്റെ മുഖത്ത് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു, ഡോക്ടേഴ്സിനൊക്കെ കണ്ടു, എന്നിട്ടൊന്നും അത് മാറിയില്ല. ഇപ്പൊ ഞാനിത് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഇത് കഴിച്ച് 2 മാസമായി. 2 മാസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 2 മാസം മുമ്പ് എനിക്ക് തന്നിട്ട തയ്യില്ലേ അതിപ്പോ എനിക്കുണ്ടായിട്ടോ. അപ്പൊ നമുക്ക് ഈ കൊഴുപ്പുകൾ അടിയുന്നതിന്, ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിന്, സ്കിൻ പ്രോബ്ലത്തിന്, കറുപ്പ് ഹാർട്ടിലുണ്ടാകുന്ന കൊഴുപ്പ് അടിയുന്നതിന്, കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖം, വയറ്റിലെ അസുഖത്തിന് എല്ലാത്തിനും നല്ലതാണ് ശംഖുപുഷ്പം, നമുക്കറിയാം. പക്ഷെ ഇത് പലരും ഇത് കണ്ടിട്ട് ഇതത്ര മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അത് ഒഴിച്ചേ ക്ലാസ്സിലേക്ക് കുടിക്കട്ടെ. ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? വെറും വയറ്റിൽ നമ്മൾ എണീച്ച് വരുമ്പോ തന്നെ വെറും വയറ്റിൽ കഴിക്കാതെ. ആഹാ, ഇത് കുടിക്കൂ, അസുഖം മാറ്റൂ, സൗന്ദര്യം ഉണ്ടാകും, സുന്ദരിയായിട്ടിരിക്കും. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ് നമ്മുടെ ശംഖുപുഷ്പം. അത് തന്നെ. അപ്പോൾ എല്ലാരും ട്രൈ ചെയ്യുക. ശംഖുപുഷ്പം കണ്ടാൽ ആരും കളയിലിട്ടോ. ഒരു പാട്ടിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശാകുന്തളേ നിന്നെ ഓർമ്മ വരും.